ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല അടിപൊളി ചെമ്മീൻ കറി കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെമ്മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ചെമ്മീനോണ്ട് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. പക്ഷേ നമുക്കത് ക്ലീൻ ചെയ്യണ കാര്യം കുറച്ച് മെനക്കെട്ട പരിപാടിയാണല്ലേ. നോക്കുക, അതിൻ്റെ തൊണ്ടൊക്കെ വേർതിരിച്ച് അതിലാണെങ്കിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് നീക്കി നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം കേട്ടോ. ഇതെൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന മിക്ക ദിവസം എനിക്കിത് ഉമ്മച്ചി ഉണ്ടാക്കി തരും. അങ്ങനെ അതാ ഉമ്മച്ചി തന്നെയാണ് കേട്ടോ ഈ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ ചെമ്മീൻ നല്ല ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തപ്പോൾ അതാ ഇത്രേ ഞങ്ങൾക്ക് അതിന് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് 2-3 വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിലത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറി അടിപൊളിയായി കിട്ടും കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളിയും കൂടിയാണ് കേട്ടോ. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ കൈയെടുക്കാതെ വഴറ്റി കൊടുക്കണേ. അങ്ങനെ ചുവന്നുള്ളി മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും പിന്നെ നീളൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 5-6 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ വളരെ എരിവ് കുറഞ്ഞതാണ്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരാനും വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം, എന്നാലാണ് കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. മുളക് പൊടി ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തതാണ്. അപ്പോൾ എരിവ് ബാലൻസ് ചെയ്തിട്ട് വേണം മുളക് പൊടി ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളിയൊക്കെ ഉടഞ്ഞ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ഇതുപോലെ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വഴറ്റി വെച്ച മസാലയോട് ചെമ്മീനൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മിക്സാക്കുമ്പോൾ ചെമ്മീൻ വല്ലാതെ ഉടയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ മെല്ലെ ചെമ്മീൻ ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാം യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. നോർമൽ വാട്ടറിൽ തന്നെ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ആ വെള്ളം പിന്നെ നമ്മുടെ ആ പുളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 2ാം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഈ ചെമ്മീൻ വേവണത് കേട്ടോ. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ആ പുളിയുടെ കുറച്ച് വെള്ളമല്ലേ അതും പിന്നെ പുളിയും ചേർക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ വെന്തു. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് പാൽ ഇത്തിരി ഒഴിച്ചു കൊടുത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അധികം വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ അതൊന്ന് കുറുകി കിട്ടും. അല്ലാണ്ട് ഒരുപാട് നമ്മൾ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ ഒരു കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് അങ്ങനെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി തുറക്കുമ്പോൾ നല്ലൊരു ആ കറിവേപ്പിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. അടിപൊളി കറിയാണ്, തേങ്ങാപ്പാലും കൊണ്ട് ഉണ്ടാക്കണം. കാരണം അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കി നോക്ക്. കുടംപുളി ഇട്ടിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി കറിയാണ്.
അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസുമായി വീണ്ടും കാണാം. എല്ലാവരും മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബായ്.